പത്തനംതിട്ടയിൽ കോൺഗ്രസ് അംഗങ്ങൾ ബിജെപിക്കൊപ്പം ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പങ്കിടുന്നതിനെതിരെ കെപിസിസിക്ക് പരാതി. ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. നാരങ്ങാനം പഞ്ചായത്തിലെ അവിശ്വാസ ചർച്ചയിൽ ബിജെപിയുടെ പിന്തുണയോടെ കോൺഗ്രസ് പ്രതിനിധി പ്രസിഡന്റായി. കഴിഞ്ഞ ദിവസം കുളനട പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണസമിതിയെ താഴെയിറക്കാൻ ബിജെപിക്കൊപ്പം കോൺഗ്രസ് കൈകോർത്തു. അംഗങ്ങൾ വിപ്പ് ലംഘിച്ചതോടെ തിരുവല്ലയിൽ കോൺഗ്രസ് വിമത ചെയർമാനെതിരായ അവിശ്വാസം പരാജയപ്പെട്ടു. പെരുന്നാട് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വിപ്പ് ലംഘനമുണ്ടായി. തുടർച്ചയായി ഡിസിസി നേതൃത്വത്തിലുണ്ടാകുന്ന പിഴവിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ആക്ഷേപം. ഇക്കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ കെപിസിസിക്ക് അയച്ച പരാതിയിൽ പറയുന്നത്. എൽഡിഎഫിന്റെ നേതൃത്വത്തിലുള്ള കുളനട പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായ ബിജെപിയുടെ അവിശ്വാസം പാസ്സായത് 4 കോൺഗ്രസ് അംഗങ്ങളുടെ സഹായത്തോടെയാണ്. ബിജെപി അംഗസംഖ്യ കൂടുതലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭരിക്കണമെന്ന് കൂടെ പറയുമായിരുന്നു. ഞങ്ങളാണ് ഇവിടെ ഭരിക്കേണ്ടത്, അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഭരിക്കണം, മറ്റെല്ലാം ആൾക്കാർ കുറവാണ്, അംഗസംഖ്യ ഞങ്ങളാണ് കൂടുതൽ, അതുകൊണ്ട് ഞങ്ങളല്ലേ ഭരിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാണും, അതെന്തോന്ന് എനിക്കറിയില്ല. അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഓഫറുകളോ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഒക്കെ കാണുമായിരിക്കാം. ബിജെപി ജില്ലാ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ അശോകൻ കുളനടയായിരുന്നു അവിശ്വാസ നോട്ടീസ് നൽകിയത്. വിപ്പ് ലംഘിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ബിജെപിക്കൊപ്പം ചേരുമെന്ന കാര്യത്തിൽ ചില മുതിർന്ന നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ കെപിസിസി നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം.